നമ്മുടെ മക്കളെ ഒരു വരുമാനത്തിൻ്റെ മാർഗമായി ഒരു തോട്ടത്തിൽ കുറച്ച് കൃഷി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബിസിനസ് തുടങ്ങുന്നത് പോലെയാണ് ഇന്ന് കുട്ടികളെ നമ്മൾ വളർത്തുന്നത്. ഒരു സമ്പാദ്യത്തിൻ്റെ സ്രോതസ്സുകളാക്കിയിട്ടാണ് മിക്ക രക്ഷിതാക്കളും കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ നല്ല നിലയിൽ വളർത്തണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ആരോഗ്യം വേണം, ഒക്കെ ശരിയാണ്. പക്ഷേ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഇപ്പോൾ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോള് ഡോക്ടറാവണം, എൻജിനീയർ ആവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടോ, അതിനുള്ള പ്രാപ്തിയുള്ള കുട്ടിയാണോ എന്ന് നമ്മൾ പഠിക്കണം, രക്ഷിതാക്കൾ പഠിക്കണം. അത് അറിയില്ലെങ്കിൽ അവരെ പഠിപ്പിച്ച് അധ്യാപകരുമായിട്ട് നമുക്ക് സംസാരിക്കാം, ആ കുട്ടികളുമായിട്ട് സംസാരിക്കാം. അവരെക്കുറിച്ച് കൃത്യമായി അവരുടെ അഭിരുചികളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബോധമുള്ളവരായിരിക്കണം. അവരേതെങ്കിലും കോഴ്സുകളിൽ കൊണ്ട് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു പക്ഷേ അത് പഠിക്കും, ഡോക്ടറാകും. പക്ഷേ മരണം വരെയും ആ കുട്ടിയുടെ ഇഷ്ടമനുസരിച്ചുള്ളൊരു ജോലി ആ കുട്ടിക്ക് നേടാൻ പറ്റാത്തതിൻ്റെ അപകർഷതാബോധവും അമർഷവും ആ രക്ഷിതാക്കളോട് ഉണ്ടാകും എന്നുള്ളൊരു സത്യമാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ജോബ് കണ്ടെത്തണമെങ്കിൽ അവരുടെ അഭിരുചികൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും അല്പമെങ്കിലും രക്ഷിതാക്കൾ നമ്മൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങളും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പഠനങ്ങൾ കണ്ടെത്താനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. ഏറ്റവും വരുമാനം കിട്ടുന്ന ജോലി എന്താണോ അതിലേക്ക് തള്ളിവിടുന്ന, വലിച്ചിഴക്കുന്ന ഒരു സാഹചര്യം അവർക്ക് ഇഷ്ടമില്ലാതെ ഒരു രക്ഷിതാക്കളും ചെയ്യരുത് എന്നാണ് വിനീതമായി എനിക്ക് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം. ചില പഠനങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ അവരുടെ ഭാവി ജീവിതവും അവരുടെ സമ്പാദ്യത്തിൻ്റെ കെട്ടുറപ്പൊക്കെ മനസ്സിലാക്കിയിട്ടാണ് രക്ഷിതാക്കൾ ചെയ്യുന്നതെങ്കിലും ഇടയ്ക്ക് വെച്ച് പല പഠനങ്ങളും നിർത്തി എവിടെയും എത്താതെ വഴിതിരിഞ്ഞു പോകുന്ന ചില കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അവർ ജീവിതകാലം മുഴുവനും അവരുടെ വഴികളെ തടസ്സമായി നിന്ന രക്ഷിതാക്കളെ അവർ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നല്ല വിദ്യാഭ്യാസങ്ങൾ, അവരുടെ കഴിവുകളും പ്രാപ്തിയും മനസ്സിലാക്കി രക്ഷിതാക്കൾ കണ്ടെത്തി കൊടുക്കുക എന്നാണ് സൂചിപ്പിക്കുക.